ലോക ചരിത്രത്തിൽ മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വന്ന രണ്ട് വലിയ ദുരന്തങ്ങളുണ്ട്. അതിലൊന്ന് ക്രിസ്താബ്ദം 1250-കളിൽ മംഗോളിയൻ വംശജനായ ചെങ്കിസ് ഖാൻ്റെ ശിഷ്യർ ഹല്ലാക്കു ഖാൻ്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ബാഗ്ദാദിൽ അതിക്രമിച്ച് കയറി ലക്ഷക്കണക്കിന് മുസ്ലിം സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കി ബാഗ്ദാദിൽ ചോരപ്പുഴ ഉഴക്കിയ സംഭവമാണ്. സാധാരണ ലോകത്ത് പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ആയുധവുമായി അടർക്കളത്തിലേക്ക് ഇറങ്ങി വരുന്ന യോദ്ധാക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. സാധാരണക്കാരെ, നിരായുധരായ ആളുകളെ, നിരാലംബരായ കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധന്മാരെ വധിക്കുക എന്നുള്ളത് ലോകത്തെ ഒരു യുദ്ധ നിയമവും അംഗീകരിക്കാത്ത കാര്യമാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ, പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലൈബ്രറികളുമൊക്കെ ചുട്ടരിക്കുകയും ചെയ്ത മഹാദുരന്തം. രണ്ടാമത് മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വന്ന ദുരന്തമെന്ന് പറയുന്നത് ക്രിസ്താബ്ദം 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലുമായി യൂറോപ്പിൽ നിന്ന് കുരിശുമായി ഏന്തി പോപ്പിൻ്റെ നേതൃത്വത്തിൽ വന്ന കുരിശ് പടയാളികൾ ഫലസ്തീൻ അതിക്രമിച്ച് കയറുകയും അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്ത ഫലസ്തീനിനെ രക്തപങ്കിലമാക്കിയ സംഭവമാണ്. ഈ രണ്ട് ദുരന്തങ്ങളോടും ചേർത്ത് വെക്കാവുന്ന, ആ ശ്രേണിയിൽ നമുക്ക് എണ്ണാവുന്ന മൂന്നാമത്തെ ദുരന്തമാണ് ഇപ്പോഴത്തെ ഫലസ്തീൻ ദുരന്തം എന്ന് പറയുന്നത്. ഫലസ്തീനിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊക്കെയും ബോധ്യപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതലാണ്. അതിനു മുമ്പേ അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നമുക്ക് കൃത്യമായ ചരിത്രം ലഭിക്കുന്നത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടം മുതലാണ്. ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ മകനായ ഇസ്ഹാക്കും അവരെ അദ്ദേഹം ഫലസ്തീനിൽ താമസിപ്പിച്ചു. രണ്ടാമത്തെ ഭാര്യ ഹാജറയെയും ഒന്നാമത്തെ സന്താനം ഇസ്മായിലിനെയും മക്കയിൽ താമസിപ്പിച്ചതുപോലെ ഇസ്ഹാക്കിൻ്റെ മകനായിരുന്നു യാക്കൂബ്. യാക്കൂബ് നബിയുടെ അവസാന കാലഘട്ടത്തിൽ യാക്കൂബ് നബിയും സന്താനങ്ങളും ഈജിപ്തിലേക്ക് കുടിയേറി പാർക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് അവർ താമസിക്കുന്നത് യാക്കൂബിൻ്റെ, ഇസ്രയേലിൻ്റെ സന്തതികൾ താമസിക്കുന്നതും വളരുന്നതുമൊക്കെ ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫറോവയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന് ശേഷം മൂസാ നബിയുടെ നേതൃത്വത്തിൽ ഈ പുണ്യപ്രദേശം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അതിന് സാധിച്ചില്ല. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള യുവാവ് എന്ന് പരിചയപ്പെടുത്തിയ യൂശഅ ഇബ്നു നൂനിൻ്റെ നേതൃത്വത്തിൽ മൂസാ നബി മരിച്ച് ഏകദേശം 10-40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലിയർക്ക് ഫലസ്തീനിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫലസ്തീനിൽ അറിയപ്പെട്ട 2 രാജാക്കന്മാർ, പ്രവാചകന്മാർ ദാവൂദ് നബിയും സുലൈമാൻ നബിയുമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബിയുടെ അനുയായികളെന്ന് വിശ്വസിക്കപ്പെടുന്ന യഹൂദികളെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് ഈസാ നബി വരുന്നു. ഈസാ നബിയുടെ കാലം, ഈസാ നബി ഫലസ്തീനിൽ ജനിക്കുമ്പോൾ ബത്ലഹേമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ സന്ദർഭത്തിൽ റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു ഫലസ്തീൻ. ഈസാ നബിയുടെ ജനനം കഴിഞ്ഞ് 2-3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ റോമൻ ചക്രവർത്തിമാർ ക്രിസ്തുമതം സ്വീകരിച്ചു. സ്വാഭാവികമായും ഫലസ്തീൻ ക്രിസ്ത്യാനികളുടെ അധീനതയിലായി. പിന്നീട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഫലസ്തീനിലെത്തുകയാണ്. ഫലസ്തീനിലെ ജനങ്ങളെല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ ഫലമായി അവിടുത്തെ പള്ളിയിലെ പാത്രിയാർക്കീസ് ബാബ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നേരിട്ട് ഇവിടെ ഈലിയ, അന്ന് ഫലസ്തീനിൻ്റെ പേര് ഈലിയ എന്നായിരുന്നു,
ഈലിയായിൽ വന്ന് കരാറിൽ ഒപ്പിടണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് ഫലസ്തീനിലേക്ക് എത്തുകയും അവിടെ വെച്ച് കരാറിൽ ഒപ്പിടുകയും അങ്ങനെ ഫലസ്തീൻ എന്ന പ്രദേശം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. നമസ്കാര സമയമായപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ നമസ്കാര സമയമായി, എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നമസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ പള്ളിയിൽ ചർച്ചിൽ മുസ്ലിങ്ങളുടെ ഖലീഫയായ ഞാൻ നമസ്കരിച്ചാൽ പിന്നീട് വരുന്ന മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച പ്രദേശമാണിത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, അതിനൊരു അവസരം സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് സമീപത്തുള്ള ഒരു പാറയിൽ വെച്ചാണ് അദ്ദേഹം നമസ്കാരം നിർവഹിച്ചത്. ഫലസ്തീൻ സന്ദർശിച്ച ആളുകൾക്കറിയാം, ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്ന് തന്നെ അല്പം ഏതാനും മീറ്ററുകൾ അപ്പുറത്തായി ഈ ചർച്ച് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായി മഹാനായ ഉമറുൽ ഫാറൂഖ് നമസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളി മസ്ജിദ് ഉമർ എന്ന പേരിൽ ഇന്നും അവിടെ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുത്തെ ക്രിസ്ത്യാനികളുമായി ചെയ്ത കരാർ, അത് അൽ ഉഹ്ദത്തുൽ ഉമരിയ എന്ന പേരിൽ ആ പള്ളിയുടെ മുമ്പിൽ അത് തൂക്കി നിൽക്കുകയും ചെയ്തു. ഫലസ്തീൻ സന്ദർശിച്ച ആളുകൾക്കൊക്കെ അതറിയാം. അവിടെ നിന്ന് അങ്ങോട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ നൂറ്റാണ്ടുകളോളം, ഏകദേശം 4-5 നൂറ്റാണ്ടുകളോളം ഫലസ്തീനിലെ ജനത സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടി. അവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. വളരെ ന്യൂനപക്ഷമായ യഹൂദികളും ഫലസ്തീനിൽ ഐക്യത്തോടു കൂടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് 12-ാം നൂറ്റാണ്ടോടുകൂടെ ഈ പറഞ്ഞ കുരിശു പടയാളികൾ ഫലസ്തീൻ ആക്രമിച്ചതും 2 നൂറ്റാണ്ടോളം ഫലസ്തീൻ അവർ അധീനപ്പെടുത്തിയതും. അവിടെ ഫലസ്തീൻ അധീനപ്പെടുത്തിയപ്പം ബൈത്തുൽ മുഖദ്ദസൊക്കെ അവർ തകർത്ത് കളഞ്ഞു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ വെച്ച് 10,000-കണക്കിന് മുസ്ലിങ്ങളെ നിർദാക്ഷിണ്യം വധിക്കുകയും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ രക്തം തളം കെട്ടി നിൽക്കുന്ന, മാസങ്ങളോളം അവിടെ രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമാണ്. അവിടെ മസ്ജിദുൽ മർവാനി ഉണ്ട്, അതേപോലെ തന്നെ മിഹ്റാബ് മറിയമുണ്ട്, മിഹ്റാബ് സക്കരിയ ഉണ്ട്. അവിടങ്ങളിലെ കൽത്തൂണുകളിലൊക്കെ തന്നെയും തങ്ങളുടെ കുതിരകളെ കെട്ടി കുതിരപ്പന്തിയാക്കി മാറ്റിയ വളരെ ദാരുണമായ സംഭവങ്ങൾക്കൊക്കെ തന്നെയും മുസ്ലിം ലോകം ആ കാലഘട്ടത്തിൽ സാക്ഷിയായി. അങ്ങനെ ഇരിക്കെയാണ് 12-ാം നൂറ്റാണ്ടിൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വരവോടുകൂടെ ഈജിപ്തിലെ ഫാത്തിമിയാക്കളുടെ ഭരണം അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം കുരിശു യോദ്ധാക്കളിൽ നിന്ന് അല്ലെങ്കിൽ കുരിശുവാഹകരിൽ നിന്ന് ഫലസ്തീനിനെ മോചിപ്പിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നൂറ്റാണ്ടുകളോളം 4-5 നൂറ്റാണ്ട് 3-4 നൂറ്റാണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലോകം ഒട്ടോമൻ ഭരണത്തിന് കീഴിലായി. 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടോട് കൂടെ ഫലസ്തീനും ഒട്ടോമൻ ഭരണത്തിൻ്റെ കീഴിലായി. ഏകദേശം 1517 മുതൽ 1917 വരെ 4 നൂറ്റാണ്ടോളം സമാധാനത്തോടു കൂടെ തന്നെയാണ് ഫലസ്തീനിലെ ജനത ജീവിച്ചത്. ആ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. പക്ഷേ 1917 എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു കരിദിനമാണ്, അല്ലെങ്കിൽ ഒരു വർഷമാണ്. അതിനു മുമ്പ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. സിയോൺ എന്ന് പറയുന്നത് ജെറൂസലേമിൻ്റെ ഹിബ്രു ഭാഷയിലുള്ള നാമമാണ് സിയോൺ. അതിലേക്ക് ചേർത്തി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം അറബിയിൽ അഷഹിയൂനിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് ഹംഗറി വംശജനായ ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, തിയോഡർ ലയൺസ് എന്ന് പറയുന്ന ആളാണ്. അപ്പം അദ്ദേഹമാണ് സ്വതന്ത്രമായ ജൂതരാജ്യം ചോദ്യങ്ങളും അതിൻ്റെ നിവാരണവും എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്ര ജൂതരാജ്യം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണ്, അതിന് ഏറ്റവും ഉചിതമായ സ്ഥലം ഫലസ്തീനാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതും അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിക്കുന്നതും സിയോണിസ്റ്റ് പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തുന്നതും ഒരു പ്രത്യയശാസ്ത്രമായി അത് അവതരിപ്പിക്കപ്പെടുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വിരചിതമായി ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായി 1882 മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിശിഷ്യ യൂറോപ്പിൽ നിന്ന് ജൂതന്മാർ കൂട്ടത്തോടെ ഫലസ്തീനിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ
അന്നത്തെ ഭരണാധികാരികളായ ഒട്ടോമൻ സാമ്രാജ്യം ഇതിനെ കാര്യമാക്കില്ല, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ 1900 കഴിഞ്ഞപ്പോഴാണ് വർദ്ധിതമായ തോതിൽ ജൂതന്മാർ കുടിയേറി പാർക്കുന്നത്, പിന്നീട് അതൊരു പ്രശ്നമായി മാറും എന്ന് കണ്ട് അന്നത്തെ ഒട്ടോമൻ ഭരണാധികാരി ഇതിന് നിയന്ത്രണം വെക്കുന്നത്. 1914 ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. 4-5 വർഷമായ യുദ്ധം നിലനിന്നു. അതിൽ 2 കക്ഷികളുണ്ടായി, സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, അതേപോലെ തന്നെ അമേരിക്ക മുതലായ രാജ്യങ്ങളാണ് സഖ്യകക്ഷികളിൽ. എന്നാൽ കേന്ദ്രീയ കക്ഷി എന്ന് പറയും ജർമ്മനി, അതേപോലെ ഹംഗറി, ബൾഗേറിയ, ആ കക്ഷിയോട് കൂടെയായിരുന്നു അന്നത്തെ ഒട്ടോമൻ തുർക്കി. കാരണം തുർക്കിയുടെ അധിക പ്രദേശങ്ങളും റഷ്യൻ സാമ്രാജ്യം കീഴടക്കിയിരുന്നു. അതിൽ നിന്ന് ആ രാജ്യങ്ങളെ തിരിച്ചു പിടിക്കാൻ യുദ്ധാനന്തരം വിജയിച്ചു കഴിഞ്ഞാൽ ജർമ്മനി തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഒട്ടോമൻ ഭരണകൂടം ജർമ്മനിക്ക് പിന്തുണ കൊടുത്തു. പക്ഷേ ഈ കക്ഷി, കേന്ദ്രീയ ശക്തി, ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ പരാജയത്തിൻ്റെ വക്കിലെത്തിയ 1917 സഖ്യകക്ഷികളിലെ പ്രമുഖ കക്ഷിയായ ബ്രിട്ടൻ ഫലസ്തീൻ കൈവശപ്പെടുത്തി. ഫലസ്തീൻ കൈവശപ്പെടുത്തുക മാത്രമല്ല, 1917 അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ വാൽഫോർ എന്ന് പറയുന്ന വ്യക്തി, അപ്പം അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ജൂതന്മാർക്ക് സ്വന്തമായി ഒരു സ്വതന്ത്ര ഭവനം എന്നുള്ളത് ബ്രിട്ടന്റെ നയമാണ്, അതിന് സർവ്വവിധ പിന്തുണയും ബ്രിട്ടൻ പ്രഖ്യാപിക്കും, പിന്തുണയും നൽകും എന്ന് പ്രഖ്യാപിച്ചത്. അത് ആർതർ ബാൽഫോർ അദ്ദേഹത്തിന്റെ പേരാണ്. അന്നത്തെ ബ്രിട്ടീഷ് സെക്രട്ടറിയുടെ പേരാണ്, വിദേശകാര്യ സെക്രട്ടറിയുടെ പേരാണ് ആർതർ ബാൽഫോർ. അത് കുപ്രസിദ്ധമായ ബാൽഫോർ പ്രഖ്യാപനം. ആ ബാൽഫോർ പ്രഖ്യാപനം വന്നതിന് ശേഷം, നേരത്തെ 1900 ആയപ്പോൾ 50,000 ആളുകളാണ് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറി പാർത്തതെങ്കിൽ, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം 1917 1937 ഇടയിൽ ഫലസ്തീനിലെ ജനസംഖ്യയുടെ 37% ജൂതന്മാരാകുന്ന അവസ്ഥ ഉണ്ടായി. നേരത്തെ അത് 7% താഴെയായിരുന്നു. കുടിയേറിപ്പാർത്ത ജൂതന്മാരടക്കം 7% ഒതുങ്ങിയിരുന്ന ജൂതന്മാർ പിന്നീട് അത് 37%-ഓളമായി. അതോടുകൂടെ തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അറബി വംശജർ, അറബി രാഷ്ട്രങ്ങളൊക്കെ തന്നെയും ഇസ്രയേലിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ആക്രമണം നടന്നപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിൽ ജൂതന്മാർ സൈനിക ശേഷി നേടിയിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ ജൂത പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ജൂത സയനിസ്റ്റ് സന്നദ്ധ സംഘടനകൾക്ക് ആയുധങ്ങൾ നൽകുകയും ആയുധ പരിശീലനവും നടത്തി. എന്നാൽ ഫലസ്തീനികളായ തദ്ദേശീയ ആളുകൾ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആയുധമായി സജ്ജീകരിക്കുന്നതിനോ അവർ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. നിരായുധരായ ഫലസ്തീനികളെ സായുധരായ ജൂതന്മാർ ബ്രിട്ടീഷ് സേനയുടെ സഹായത്തോടു കൂടെ ആട്ടിപ്പുറത്താക്കുകയും അങ്ങനെ 7.5 ലക്ഷത്തോളം ഫലസ്തീനികൾ അവരുടെ സ്വന്തം നാടും വിട്ട് ഫലസ്തീൻ വിട്ട് പുറം നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഇതിനാണ് അന്നക്ബത്തുൽ ഫലസ്തീനിയ, ഫലസ്തീൻ ദുരന്തം എന്ന പേരിൽ സാഹിത്യം, ചരിത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് വായിക്കാൻ സാധിക്കും, അറിയപ്പെടുന്നത്. പിന്നീട് 1947 ആയപ്പോൾ അറബികളും ഫലസ്തീനികളും തമ്മിൽ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജൂതന്മാർ ഫലസ്തീനിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയപ്പോൾ ഫലസ്തീനിൽ അറബികൾ ന്യൂനപക്ഷമായി തീരുകയും ജൂതന്മാർ ഭൂരിപക്ഷമായി തീരുകയും ചെയ്തപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ ഇത് ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പാലം വലിക്കുകയും അവർ പിൻവാങ്ങുകയും ഫലസ്തീൻ പ്രശ്നം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിനെ ഏൽപ്പിച്ച് അവർ തിരശ്ശീലക്കപ്പുറം മറയുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു സംഭവമുണ്ട്. ജർമ്മനിയിലെ നാസി പട്ടാളം, നാസി പട 1941-44 വർഷങ്ങൾക്കിടയിൽ ഹോളോകോസ്റ്റ്, നിങ്ങളറിയാലോ, വംശീയമായ ഉന്മൂലനം, ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇനിയൊരു ജൂതരാഷ്ട്രം എന്ന് പറയുന്നത് അത് യൂറോപ്പിൽ സാധ്യമല്ല, മറിച്ച് അത് ഏറ്റവും കൂടുതൽ
പൂവണിയിക്കാൻ സാധിക്കുക അത് ഫലസ്തീനിലാണ്, അറേബ്യൻ നാട്ടിലാണ് എന്ന് മനസ്സിലാക്കിയ പ്രവർത്തനങ്ങളൊക്കെ അവർ അവിടെ കേന്ദ്രീകരിക്കുകയും 1947 UNO അവരുടെ 181ാമത്തെ പ്രമേയപ്രകാരം ഫലസ്തീനിനെ 2ആയി ഭാഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 55% ഭൂമി ജൂതന്മാർക്കും 45% ഭൂമി അറബികൾക്കും. അവിടുന്ന് തുടങ്ങുകയാണ് പ്രശ്നം. 1948 മെയ് മാസമായപ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്തു? ജൂതന്മാർ സ്വതന്ത്ര ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം തന്നെ UNO ഇസ്രയേലിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ്, അതേപോലെ തന്നെ വീറ്റോ പവറുള്ള സഖ്യകക്ഷികൾ, പാശ്ചാത്യ കൊളോണിയൽ സാമ്രാജ്യത്വം എല്ലാവരുടെയും പിന്തുണയോടുകൂടെയാണ് ഈ സിയോണിസ്റ്റ് സാമ്രാജ്യം അല്ലെങ്കിൽ രാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടത് എന്നത് തിരിച്ചറിയാൻ ഇതിനേക്കാൾ അപ്പുറമുള്ള മറ്റു തെളിവുകളൊന്നും ആവശ്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു? 1948 കൂടെ ഫലസ്തീൻ 2ആയി ഭാഗിക്കപ്പെട്ടു. എന്നിട്ട് ഭൂരിപക്ഷ പ്രദേശവും ഈ പറഞ്ഞ ഇസ്രയേലിൻ്റെ അധീനതയിലായി. ഇവിടെ വളരെ സങ്കടകരമായ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ അധിനിവേശ ഫലസ്തീൻ എന്നതിനെ കുറിച്ച് പറയും, അൽ ഫലസ്തീൻ അൽ മുഹ്തല്ല. അതേപോലെ ഫലസ്തീൻ ദുരന്തങ്ങളെക്കുറിച്ച് പറയും, ഫലസ്തീൻ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പോഴും 55% വരുന്ന 1947 ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഭാഗിക്കപ്പെട്ട ആ 55% ഭൂമി ഒരു പ്രശ്നവുമില്ലാതെ അത് ഇസ്രയേലിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്, ഇന്ന് നമ്മൾ പറയുന്ന പലസ്തീൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ഈ 45% ഭൂമിയിലാണ്. മറ്റിടത്ത് യാതൊരു പ്രശ്നവുമില്ല, അവിടെ യാതൊരു അക്രമവുമില്ല. എല്ലാം നടക്കുന്നത് ഈ പറഞ്ഞ 45. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഫലസ്തീൻ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഗാസ എന്ന് പറയുന്നത്, കിഴക്കൻ ജെറൂസലം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ജെറീക്കോ എന്ന് പറയുന്നത്, അതിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്, ഇതൊക്കെ തന്നെയും ഈ 40%ത്തിൽപ്പെട്ട ഈ ഭൂമിയിൽപ്പെട്ടതാണ്. 1967 6 ഡേയ്സ് വാർ ഉണ്ടായി. അതിലിപ്പോൾ ഈജിപ്ത്, ജോർഡാന്, ലബനാന് മുതലായ രാജ്യങ്ങൾ ഒരു ഭാഗത്തും, അതേപോലെ തന്നെ ഇസ്രയേൽ മറുഭാഗത്തും. ഇസ്രയേലിന് സാമ്പത്തികമായും സൈനികമായും ഒക്കെ UK, അതേപോലെ തന്നെ USA മുതലായ രാജ്യങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകുകയും ചെയ്തു. ആ 6 ദിവസത്തെ യുദ്ധത്തിൽ 45% അറബികൾക്ക് അനുവദിച്ച ഭൂമിയിലെ മിക്ക പ്രദേശങ്ങളും ഇസ്രയേൽ എന്ത് ചെയ്തു? പിടിച്ചടക്കേണ്ടായി. ആ സന്ദർഭത്തിൽ 3-4 ലക്ഷം ഫലസ്തീനികൾ എന്ത് ചെയ്തു? നാടും വീടും വിട്ട് പലായനം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് ഇസ്രയേലിന്റെ ചരിത്രം അല്ലെങ്കിൽ ഫലസ്തീന്റെ ചരിത്രം എങ്ങനെ എന്ന് നോക്കിയാൽ, മൊത്തം ഫലസ്തീനികളിലെ പകുതി ആളുകൾ ഫലസ്തീനിന് പുറത്താണ്. ഏകദേശം 7.5-8 ദശലക്ഷം മില്യൺ ഫലസ്തീനികൾ. അതിൽ 6.5 ലക്ഷവും വ്യത്യസ്തങ്ങളായ അയൽ രാജ്യങ്ങൾ, അവിടങ്ങളിലൊക്കെയുള്ള അറബി രാജ്യങ്ങളിലാണ്. 1 ലക്ഷത്തോളം വേറെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും. അങ്ങനെയാണ് ഏകദേശം 7 ലക്ഷത്തോളം ഫലസ്തീനികൾ ഫലസ്തീനിന് പുറത്താണ്. 7 മില്യൺ, നോട്ട് ലക്ഷമല്ല, 7 ദശലക്ഷം ഫലസ്തീനികൾ. അതേപോലെ തന്നെ ഗസ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ചർച്ചയിൽ ഉൾപ്പെട്ട ഈ ഗസ എന്ന് പറയുന്ന 365 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഗസയുടെ വിസ്തീർണമുള്ളൂ. ആ ഗസയിലാണ് 2.5 മില്യൺ വരുന്ന ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗസയാണ്. ഏകദേശം 1.6 മില്യൺ, 16 ലക്ഷത്തോളം ഫലസ്തീനികൾ നേരത്തെ പറഞ്ഞ 55% എന്ന് പറയുന്ന ഇസ്രയേലിന്റെ അധിനിവേശ, ഇസ്രയേൽ പിടിച്ചടക്കിയ അല്ലെങ്കിൽ അവർക്ക് ഐക്യരാഷ്ട്രസഭ ഭാഗിച്ചു കൊടുത്ത ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. 3.25 അല്ലെങ്കിൽ 3.3 മില്യൺ, 33 ലക്ഷത്തോളം ഫലസ്തീനികൾ അവർക്ക് അനുവദിക്കപ്പെട്ട വെസ്റ്റ് ബാങ്ക്, അതേപോലെ തന്നെ കിഴക്കൻ ജെറൂസലം എന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. 1980 കിഴക്കൻ ജെറൂസലം ഇസ്രായേൽ സേന പിടിച്ചടക്കി. ഇസ്രായേൽ സേന അത് പിടിച്ചടക്കിയപ്പോഴേക്ക് തൊട്ടടുത്ത വർഷം തന്നെ 1981 UNO എന്ത് ചെയ്തു? ഇത് അന്താരാഷ്ട്ര പൈതൃക പ്രദേശമായിട്ട് എന്ത് ചെയ്തു? ഈ കിഴക്കൻ ജെറൂസലമിനെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. 1993 ഓസ്ലോ കരാർ ഉണ്ടാകുന്നത്. അത്
ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് യാസർ അറഫാത്തും അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്ഹാഖ് റാബീനും തമ്മിലായിരുന്നു ആ കരാറ്. ആ കരാർ പ്രകാരം നേരത്തെ 67 യുദ്ധത്തിൽ 6 ഡേയ്സ് വാറിൽ ഇവർ പിടിച്ചെടുത്ത ചില പ്രദേശങ്ങൾ, അതിൽ ഗസയും പെടും, അതേപോലെ തന്നെ ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പടിഞ്ഞാറൻ തീരവും അതെന്ത് ചെയ്തു? ഇവർക്ക് തിരിച്ചു കൊടുത്തു, ഫലസ്തീന് തിരിച്ചു കൊടുത്തു. ഫലസ്തീൻ PLO എന്ത് ചെയ്തു? ഇസ്രയേലിനെ അംഗീകരിച്ചു. ഇസ്രയേൽ എന്ത് ചെയ്തു? PLOയെയും അംഗീകരിച്ചു. പക്ഷെ എന്തുണ്ടായും ചോദിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം 1995 ആയപ്പോൾ ഓസ്ലോ കരാർ ഒന്നുകൂടി എന്ത് ചെയ്തു? പരിഷ്കരിച്ചിട്ട് ഇവർക്ക് അനുവദിച്ചു കൊടുത്ത PLOക്ക് അനുവദിച്ചു കൊടുത്ത വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങളെ 3ആയി ഭാഗിച്ചു. ABC. എ എന്ന് പറയുന്നത് 18% ഭൂമി. ആ 18% ഭൂമി അറബികൾക്ക് അവകാശപ്പെട്ടത്, അവിടെ അറബികൾക്ക് ഭരണം നടത്താം. 22% ഭൂമി, അതാണ് B കാറ്റഗറിയിൽപ്പെട്ടത്, അത് 2 കൂട്ടരും സംയുക്തമായി, ഇസ്രയേലും ഫലസ്തീനും സംയുക്തമായിട്ട് എന്ത് ചെയ്യണം? അവിടെ ഭരണം നടത്തണം. 2 കൂട്ടരുടെയും കൺട്രോളിലാണ്. C എന്ന് പറയുന്ന 60% വരുന്ന വെസ്റ്റ് ബാങ്കിന്റെ ഭൂമിയും കിഴക്കൻ ജെറൂസലേമും അത് പൂർണ്ണമായിട്ടും ആരുടെ കയ്യിലുമായി? ഇസ്രയേലിന്റെയും കയ്യിലായി. അപ്പൊ നേരത്തെ പറഞ്ഞ 55% അവരുടെ കയ്യിലുണ്ട്. പിന്നീട് അനുവദിച്ച 45% ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്കിന്റെ 18% കഴിച്ച് ബാക്കിയുള്ള 22 + 60 82% അതും ആര് കൈക്കലാക്കി? ഇസ്രയേൽ സൈന്യം കൈക്കലാക്കി, അല്ലെങ്കിൽ ഇസ്രയേൽ പട്ടാളം കൈക്കലാക്കി. മാത്രമല്ല 1900 ആണ്ടിൽ ഫലസ്തീനിലേക്ക് ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്കിലേക്ക് കുടിയേറി പാർത്തിരുന്ന ജൂതന്മാരുടെ, നേരത്തെ ജൂതന്മാർ കുടിയേറി പാർത്ത അവരുടെ 55% ഭൂമി വേറെ ഉണ്ട്, ഇസ്രയേൽ എന്ന് പറയുന്ന ഭൂമി വേറെ ഉണ്ട്. അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച ഇസ്രയേൽ അതാണ്. നേരെ മറിച്ച് ബാക്കി 45% എന്ന് പറയുന്നത് ഫലസ്തീനാണ്. അന്താരാഷ്ട്ര സമൂഹം അത് ഫലസ്തീൻ്റെ ഭൂമിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ സ്വതന്ത്രമായ 2 രാജ്യങ്ങൾ വേണം, ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഈ 55-45 പക്ഷേ ഈ 45-ലെ വെറും നാമമാത്രമായ പ്രദേശമാണ് ആരുടെ കൈകളിലുള്ളത്? ഇപ്പോഴത്തെ ഫലസ്തീൻ ഫത്താഹ് പാർട്ടിയുടെ കയ്യിലുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ ഈ ഗസ എന്ന് പറയുന്ന ഏകദേശം 300 ചില്ലാനം സ്ക്വയർ കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം അതും ഇസ്രയേലിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ 2005 അവരത് വിട്ടേച്ചു പോയി. 2007 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഫത്താഹ് പാർട്ടിയെ പരാജയപ്പെടുത്തി ഹമാസ് എന്ന് പറയുന്ന പാർട്ടി, ഹമാസ് എന്ന് പറഞ്ഞാൽ ഹർക്കത്തുൽ മുഖാവമത്തിൽ ഇസ്ലാമിയ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ ചുരുക്കപ്പേരാണ് ഹമാസ്. ആ ഹമാസ് പാർട്ടി അവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നതാണ്. 2007 ഹമാസിൻ്റെ കീഴിൽ ഈ ഗസ വന്നപ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്തു? ഹമാസിനെ ഉപരോധിച്ചു. 2005 അവർ ഗസ വിട്ടു പോയപ്പോൾ ഗസയുടെ കരഭൂമി മാത്രം വിട്ടു നൽകുകയും ആകാശവും അതേപോലെ കടലും വിട്ടു നൽകാതെ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരുകയും ചെയ്തു. അതുകൊണ്ട് എന്തായും ചോദിച്ചാൽ ഗസയിലുള്ള ആളുകൾക്ക് അത്യാവശ്യമായ വെള്ളം, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അതേപോലെ തന്നെ കുടിവെള്ളം, കരണ്ട്, വെളിച്ചം, ഇത് മുഴുവൻ തന്നെ ഇസ്രയേലിൻ്റെ അനുമതിയോടുകൂടെ മാത്രമേ അവിടേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ആരെങ്കിലുമൊക്കെ ഇസ്രയേൽ സന്ദർശിക്കുകയാണെങ്കിൽ ജോർദാൻ ബോർഡർ കടക്കുമ്പോൾ കാണാം അവിടങ്ങളിലൊക്കെ തന്നെ ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ജോർദാനിൽ നിന്നൊക്കെയുള്ള ട്രക്കുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ്. കാരണം ഇസ്രയേൽ പട്ടാളത്തിൻ്റെ പരിശോധനയും മറ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ ട്രക്കുകൾക്ക് അവിടേക്കുള്ള ഗസയിലേക്കുള്ള ഭക്ഷണ വസ്തുക്കളുമായിട്ട് പോകാൻ സാധിക്കുള്ളൂ. അതേപോലെ വെസ്റ്റ് ബാങ്കിൽ അകപ്പെട്ട ഫലസ്തീനികളായ അറബികൾക്ക് പുറത്തു പോകണമെങ്കിലും ഇവരുടെ പൂർണ്ണമായ പിന്തുണയോട് കൂടെ മാത്രമേ സാധ്യമാകൂ. കാരണം 148ഓളം ചെക്ക് പോയിന്റുകൾ അവർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന 18% എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശത്ത് 148ഓളം ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെ 700ഓളം റോഡ് ബാരിയറുകളുണ്ട്. പലപ്പോഴും 3-4 പ്രാവശ്യം അവിടെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് പലപ്പോഴും അവിടുത്തെ ട്രാഫിക് കുടുക്കിൽ അവിടെ പെട്ടുകഴിഞ്ഞാൽ പോലീസ് എപ്പോഴാണ് ഇവർ പരിശോധിക്കുക എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. ചിലപ്പോൾ 4, 5, 8, 10 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നവരോ ഈ ഒരു പരിശോധന കഴിഞ്ഞ് അടുത്ത പോസ്റ്റിലേക്ക് വിടുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. അങ്ങനെ ഈ പറഞ്ഞ 100-ഉം 100 ചില്ലാനവും ഈ ചെക്ക് പോസ്റ്റുകൾ കടന്ന് മുമ്പോട്ട് പോകുമ്പോഴേക്കുള്ള ദുരിതം ആലോചിച്ച് നോക്കൂ. ഇസ്രയേലി വർക്ക് പെർമിറ്റുള്ള 70,000 വരുന്ന ഫലസ്തീനികളുണ്ട്. ആ ഫലസ്തീനികൾക്ക് തൊഴിൽ ചെയ്യാനോ പുറത്തേക്ക് കടക്കാനോ സാധ്യമല്ല.
പുറമെയാണ് ഇവരെന്ത് ചെയ്തത്? കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള മതിൽ സ്ഥാപിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഫലസ്തീൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഗസയുടെയും ചരിത്രം അതാണ്. അപ്പൊ 2007 ഗസയിൽ ഹമാസ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ഉപരോധം ഏർപ്പെടുത്തുകയും ആ ഉപരോധം ഏർപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് 2023 ഒക്ടോബർ 7 എന്ത് ചെയ്തത്? ഇവര് ഒക്ടോബർ 7 ഇവരൊരു ആക്രമണം നടത്തുകയും ഏതാനും ജൂതന്മാർ കൊല്ലപ്പെടുകയും ചില ജൂതന്മാരെ ബന്ദികളാക്കുകയും ചെയ്തത്. ആ സംഭവത്തിന് ശേഷം 2023 ഒക്ടോബർ 9 മുതൽ പരിപൂർണമായ ഉപരോധത്തിലാണ് ഗസ. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാലോ. നിർദാക്ഷിണ്യം കൊന്നെടുക്കുകയാണ്. യാതൊരു യുദ്ധ നിയമവും പാലിക്കാതെ ആരാധനാലയങ്ങൾക്ക് നേരെ ബോംബെറിയുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബെറിയുകയാണ്. യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികൾക്ക് നേരെ ബോംബെറിയുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അനന്തതയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ. പട്ടിണി മരണം, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നുകൊണ്ട് മനുഷ്യനിർമ്മിതമായ പട്ടിണി കിടന്ന് പട്ടിണിയാൽ യാതന അനുഭവിച്ച് മരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകദേശം 75 ലക്ഷത്തോളം മനുഷ്യർ സ്വന്തം വീടും നാടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ദാരുണമായ അവസ്ഥ കരളലിയിപ്പിക്കുന്നതാണ്, വേദനാജനകമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ വിദൂരത്ത് കഴിയുന്ന ആളുകളാണ്. വിശ്വാസപരമായ ഐക്യദാർഢ്യമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും വേണം. സത്യാവസ്ഥ ലോകം അറിയണം. പാശ്ചാത്യ മീഡിയ പ്രചരിപ്പിക്കുന്നതല്ല വസ്തുത. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ കേൾവിയില്ലാത്ത, ഇപ്പോൾ പലപ്പോഴും പറയുമ്പോൾ ഗസയെക്കുറിച്ചും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചും പറയുമ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി അവിടെ കൊല്ലപ്പെട്ട 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സംസാരങ്ങളൊക്കെ തന്നെയും. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ അവിടെ നടന്ന നരനായാട്ടുകൾ. അതിനാൽ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുട്ടികളെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ഒക്കെ യഥാർത്ഥ ഫലസ്തീൻ ചരിത്രം പഠിപ്പിക്കുക. അവർക്ക് വേണ്ടി ഐക്യപ്പെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് അഭയം തേടുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.